ഇത് കേരളത്തിലിരിക്കുന്ന ഒരു തമിഴ്നാടിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും ബോംബെയിലുള്ള കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ പാലക്കാടാണെങ്കിൽ ക്യാഷ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് വാങ്ങിച്ചിട്ടാണ് സാധനം കൊടുക്കുക. അപ്പോൾ ക്യാഷ് ആദ്യമേ തരും. ഇതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത്തരത്തിലുള്ള എല്ലാ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യമേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ചെയ്യാം. അപ്പോൾ 100% പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ബിസിനസ് ചെയ്യാം. അപ്പോൾ ഓൺലൈനിൻ്റെ ഗുണം ചിലവ് ചുരുക്കി അഡ്വർടൈസിങ് ചെയ്യാം, രണ്ടാമത് വീട്ടിൽ തന്നെ ഇരുന്ന് മാർക്കറ്റ് ചെയ്യാം, മൂന്നാമത് ഫാസ്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാം, നാലാമത് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പോൾ എവിടെയും സ്റ്റക്ക് ഇല്ലാത്തൊരു ബിസിനസ് എവിടെയാണ്? ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ ഇരുന്നവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, ഇരുന്നവിടെ ഇരുന്ന് മാർക്കറ്റ് ചെയ്യാം, ഇരുന്നവിടെ ഇരുന്ന് പ്രൊഡക്ഷൻ ചെയ്യാം. നമുക്ക് പാർസൽ അയക്കാം, ഈസിയാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസ് സർവീസ് വന്നിട്ടുണ്ട്, പാർസൽ. അതുപോലെ തന്നെ KRS, ആലപ്പി പാർസൽ, ഇതെല്ലാം പാർസൽ സർവീസാണ്. കിലോയിൽ ഒരു ക്യാഷ് വാങ്ങിച്ചു തരും. ഒരു 300, 400, 500 നമുക്ക് ഇൻട്രസ്റ്റേറ്റ് വരെ കേരളത്തിനകത്തും പുറത്തൊക്കെ അയക്കാം.